ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂമിലാണ്. കൊട്ടിയ ഷോറൂം അല്ലെങ്കിൽ കൊല്ല ഷോറൂം എന്നൊക്കെ പറയാം. നമ്മുടെ കൂടെയുള്ള വണ്ടി ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡർ. ഈ വണ്ടിയിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഒന്ന് നോർമൽ പെട്രോൾ എഞ്ചിൻ കിട്ടും, മറ്റൊന്ന് ഹൈബ്രിഡ് വെർഷൻ കിട്ടും. എനിക്ക് പേഴ്സണലി തീർച്ചയായിട്ടും താല്പര്യമുള്ള വെർഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെർഷൻ തന്നെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എന്താണ് ഓട്ടോമാറ്റിക് ആണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഓടിക്കാൻ കുറച്ച് കംഫർട്ടുള്ളൊരു വാഹനം എന്ന് വെച്ചാൽ ഇ വി പ്ലസ് പെട്രോൾ അതോടെ മിക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതല്ല, ഇന്ന് നമ്മുടെ ഈ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ കുറച്ച് ഹൈ റൈഡറൊക്കെ ആൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്. ഹൈ റൈഡറിൻ്റെ ഡ്രൈവാണ്, വേറെ അല്ലാതെ വന്ന കുറച്ച് കസ്റ്റമേഴ്സാണുള്ളത്. അപ്പോൾ ഈ ഹൈ റൈഡറിൻ്റെ കുറച്ച് കസ്റ്റമേഴ്സുമായിട്ട് നമ്മളൊരു ഡ്രൈവ് പോവാണ്. ഈ ഒരു ഡ്രൈവിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫീഡ്ബാക്കാണ് അറിയാൻ പോകുന്നത്. എത്ര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്, എന്താണ് അവർ വണ്ടി എടുത്തതിന് ശേഷമുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യം, ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോ. അപ്പം ഹൈ റൈഡർ എടുക്കാൻ പോകുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. കാരണം ഇത് സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുമ്പോൾ ആ വണ്ടിയെ പൊക്കി എപ്പോഴും പറയുന്നുള്ളൂ. പക്ഷേ കസ്റ്റമർ പറയുമ്പോൾ അവരുടെ റിയൽ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു എടുക്കാൻ താല്പര്യമുള്ള എടുക്കാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. എന്ന് വെച്ചാൽ ഇവിക്കകത്തുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ റേഞ്ച് ആങ്സൈറ്റിയാണ്. എപ്പോൾ വണ്ടി എത്ര ദൂരം ഓടും, എപ്പോൾ ഞങ്ങൾക്ക് ചാർജ് ചെയ്യണം, അങ്ങനെ കുറച്ച് പേടി ഇപ്പോഴും ആൾക്കാർക്ക് മാറിയിട്ടില്ല. ആ ഒരു റേഞ്ച് ആങ്സൈറ്റി ഈ ഒരു വണ്ടിയിലൂടെ പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, നിലവിൽ വലിയ പ്രശ്നമില്ലാത്തൊരു പ്രൈസിങ് ആണ്. ഒരു 21 ലാഖിനൊക്കെ നമുക്ക് ഒരു ഓൺ റോഡ് ഇറക്കാൻ പറ്റും, ഒരു ഹൈബ്രിഡ് വെർഷൻ തന്നെ. പിന്നെ റീസെയിൽ വാല്യൂ ഉണ്ട്, സർവീസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും ഒരു SUV, ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു കൺസെപ്റ്റാണ്. SUV വാഹനങ്ങൾ നമ്മൾ എടുക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന ആ വണ്ടി എത്രത്തോളം ബോൾഡാണ്, സ്റ്റൈലിഷാണ്. ഒരുവിധം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒരു 4.3 മീറ്ററിലധികം ലെങ്ത് വാഹനത്തിലുണ്ട്. പിന്നെ ഇതിലൊരു എഞ്ചിൻ അറിയാമല്ലോ, നമുക്ക് 1.5 ലിറ്റർ, ഒരു 91 BHP പവർ, 122 ടോർക്കുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനെ പവർ ചെയ്യുന്നത്. പിന്നെ ഓടിക്കാൻ കുറച്ച് രസകരമായിട്ടുള്ള ഒരു ഡ്രൈവാണ് ഈ ഒരു വാഹനത്തിൽ. പ്രത്യേകം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് അല്ല, ഒരു സ്മൂത്ത് ഡ്രൈവാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്പോർട്സ് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ മോഡിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനർജി മോഡിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളും വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമസ്കാരം, പേര്? ഷെഫീഖ്. എൻ്റെ പേര് അരുൺ. അപ്പം ഈ ഒരു വണ്ടി എത്ര കിലോമീറ്ററായി? 20 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. എത്ര നാളെ എടുത്തിട്ട്? ഒരു വർഷം. ഒരു വർഷം കൊണ്ട് 20,000 കിലോ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഓടുന്ന ഒരു സാധാരണ EV പ്രിഫർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ഹൈബ്രിഡിലേക്ക് വന്നു? EV എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോമൺ സംഭവം അല്ലല്ലോ. ഇപ്പം നമ്മൾ ചാർജിങ്ങിലായാലും അതിനായാലും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ പെട്രോളിൽ ഓടാം, നമുക്ക് ആ ഒരു ഫ്രീഡം ആവുന്നുള്ളൂ. ശരി, കറക്റ്റ് EVയുടെ കോസ്റ്റേ ആവുന്നുള്ളൂ. പിന്നെ ഒരു മൈൻഡിലൊരു ഫ്രീഡം ഉണ്ട്, നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാം. കംഫർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പേടിക്കേണ്ട ചാർജ് തീർന്നു പോകുന്നു അങ്ങനെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കംഫർട്ട്. ഇപ്പൊ ഇത്രയും ദൂരം ഓടിച്ചുകൊണ്ട് തന്നെ കംഫർട്ടിനെ കുറിച്ച് കുറച്ച് പറയാം. കംഫർട്ടൊക്കെ നല്ല കംഫർട്ട് ആണ്. വണ്ടികളിൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. കംഫർട്ടായാലും ബ്രേക്കിംഗിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും നമ്മൾ കംഫർട്ടാണ്. ഒരു ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെ കിട്ടുന്നുണ്ട് നമ്മുടെ സിറ്റിയിലും അതുപോലെ ലോങ് ഡ്രൈവ് പോകുമ്പോഴൊക്കെ? നമ്മളിപ്പം അങ്ങനെ നോക്കാറില്ല. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 800-850 കിലോമീറ്റർ ഒക്കെ എന്തായാലും ക്ലസ്റ്റർ എത്രയാണ് കാണിക്കുന്നത്? നോർമലി 21 കാണിക്കുന്നുണ്ട്. 20.7 കാണിക്കുന്നുണ്ട്. അതുകൂടെ നോക്കാം. ലൈവായിട്ട് ആൾക്കാർക്ക് നമ്മൾ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. 20.7 അധികം കണക്ക്. ഈ ഒരു വണ്ടിയുടെ ബാക്കിലേക്ക് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസിയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പല സിറ്റുവേഷനിൽ ഓടുന്നതാണ്, സിറ്റിയിൽ ഓടുന്നതാണ്, ലോങ് ഓടുന്നതാണ്. അപ്പോൾ ആ ഒരു മിക്സഡ് കണ്ടീഷൻ പോലും ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി അതിന് മേളിലൊക്കെ വരും. 25 ഒക്കെ വരും ലോങ് ഒക്കെ പോകുമ്പോൾ അല്ലേ? ലോങ് പോകുമ്പോൾ അല്ലാതെ നമ്മൾ നോർമലായിട്ട് ഓടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയൊക്കെ വരുന്നുണ്ട്. ആവറേജ് അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം താങ്ക് യു. സാറിന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് നഹാസ്. സാറിന്റെ സ്ഥലം ഇവിടെ തന്നെ, കൊല്ലത്ത് തന്നെ. അടുത്ത് തന്നെ. ഇത് സാറിന് എടുത്തിട്ട് എത്ര ദിവസമായി വണ്ടി? ഇതിപ്പോ ഏതാണ്ട് ഒരു മാസത്തോളമായി. എത്ര ദൂരം ഓടി? ഞങ്ങൾ ഏതാണ്ട് ഒരു 1300 കിലോമീറ്റർ ഓടി. തിരക്കേടില്ലാത്ത ദൂരം ഓടി. ലോങ് കൊല്ലം പോയാ? ലോങ് എറണാകുളം, കൊല്ലം ഇങ്ങനെയുള്ള ഓട്ടമായിരുന്നു. സാറിന്റെ മെയിൻ പരിപാടി എന്തൊക്കെയാണ്? ബിസിനസ് ആണോ? ബിസിനസ് ഞാൻ UAE-ലാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നാട്ടിൽ വന്നതായിട്ട് ബന്ധപ്പെട്ട് UAE-ലേക്ക് ബിസിനസ് ഓടിക്കുന്ന മക്കളാണോ ഓടിക്കുന്നത്? സാറാണോ? ഞാനും ഓടിക്കാറുണ്ട്, മകനുണ്ട്, അവനും ഓടിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഞാൻ എല്ലാത്തരം വണ്ടികളും നോക്കിയതാണ്. ഈവൻ അതെ, ആ മോഡലും എല്ലാം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ്. അപ്പൊ ഈ വണ്ടിയുടെ ചോയ്സ്, ഈ ബാറ്ററിയുടെ ഒരു കാര്യം കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്ന രീതിയിൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് ഞാൻ ആരുടെ മുമ്പിലും പറയാൻ തയ്യാറാണ്. അക്കാര്യത്തിൽ ഐ ആം വെരി ഹാപ്പി.
ഓടിക്കാൻ സുഖമാണ്. ഓടിക്കാൻ വളരെ സുഖം. ഫോർച്യൂണർ ഞാൻ നോക്കിയത്, പക്ഷെ എനിക്ക് ഫോർച്യൂണറെക്കാളും ഇതിനെയാണ് ഇഷ്ടം. മനസ്സിലായില്ലേ? കംഫർട്ട് ലെവലിൽ നിങ്ങൾ ഒരുപക്ഷെ കുറെ കൂടെ ബെറ്റർ ആയിരിക്കാം, പക്ഷേ 85% കംഫർട്ടും അതിൽ കൂടുതൽ മൈലേജും കിട്ടുന്ന ഈ വണ്ടിക്കാണ് ഞാൻ ചോയ്സ് കൊടുക്കുന്നത്. മനസ്സിലായില്ല? പൈസ പ്രശ്നമല്ല അതിനകത്ത്. ഐ ക്യാൻ അഫോർഡ് ദോസ് തിങ്സ് ആൾസോ. പക്ഷേ ഇതാണ് അതിൻ്റെ അകത്തുള്ള സംഭവം. രണ്ട് കാര്യങ്ങൾ കംഫർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഇടത്തരം വണ്ടികൾ യൂസ് ചെയ്യുന്ന ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം സജസ്റ്റ് ചെയ്യുന്നത്. ഓവറോൾ പെർഫോമൻസ് ഈസ് ഓക്കെ എന്ന് വിചാരിച്ച് വലിയ കോംപ്ലിക്കേഷൻ. ഇപ്പൊ ചില വണ്ടിക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഇതുണ്ടല്ലോ എയർക്രാഫ്റ്റിന്റെ കോക്പിറ്റിൽ കയറിയ മാതിരി ഇരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. കാര്യങ്ങൾ കുറെ കൂടെ സിമ്പിൾ ആയിരിക്കും. ഞങ്ങളെ പോലുള്ള ഇച്ചിരി സീനിയർ സിറ്റിസൺസിനും ഇതാണ് നല്ലത്. മനസ്സിലായി? മറ്റേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാക്കും. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ പറയാനുള്ളത് നമ്പർ 1 സെലക്ട് ചെയ്യുന്നവർക്കെല്ലാം സന്തോഷമായിട്ട് സെലക്ട് ചെയ്യാവുന്ന ഒരു വണ്ടി. നമസ്കാരം. എന്റെ പേര് അരുണാണ്. സാറിന്റെ പേര് സുനിൽ. സാറിന്റെ സ്ഥലം എവിടെയാ? എന്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് തേവള്ളി. എന്താ ചെയ്യുന്നത്? എന്താണ്? ഞാൻ സ്കൂളിൽ HM ആണ്. ഏത് സ്കൂളിലെ? കാവനാട് അല്ലേ? ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ? അല്ല, ഗവൺമെന്റ് സ്കൂൾ. ഓക്കെ. സാർ, ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര ആളായി? ഈ വണ്ടി എടുത്തത് കഴിഞ്ഞ നവംബറിലാണ്. അപ്പൊ അത്യാവശ്യം ഒരു 6 മാസത്തിൽ കൂടുതലായി. 6 മാസം കൂടുതലായി. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പൊ ഒരു 5000-നും 6000-നും അപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. സ്കൂളിൽ പോകുന്നതിനകത്താണോ? അതെ. 10-15 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അടുത്താണ് അല്ലേ? ലോങ് ഒക്കെ ട്രാവൽ ചെയ്യാറുണ്ടോ? ട്രിവാൻഡ്രം, എറണാകുളം പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഈ ലോങ് ഒക്കെ പോകുമ്പോൾ ലോക്കലി ഓടുന്നുണ്ട്. ഒരു ഫ്യൂൽ എഫിഷ്യൻസി ആവറേജ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഫ്യൂൽ എഫിഷ്യൻസി ഒരു 20 above എന്തായാലും ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമ്മൾ 27 അല്ലേ പറയുന്നത്? അതെ, 27 ആണ് പറയുന്നത്. അത് അതിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. കാരണം 2 സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. മൂന്നാം സർവീസ് വരുന്നേ ഉള്ളൂ. നമുക്ക് പെയ്ഡ് സർവീസ്, നോൺ പെയ്ഡ് സർവീസ് എത്ര ഉണ്ട്? 3 ആണ് സർവീസ്. അപ്പോൾ ഒരെണ്ണം ഇനി വരുന്നുണ്ട്. പിന്നെ പെയ്ഡ് സർവീസ് 2 കൂടെ വരില്ലേ? അപ്പൊ ഒരു സർവീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള യാത്രാ സുഖവും അങ്ങനെയുള്ള കാര്യങ്ങളും ഫാമിലിയൊക്കെ എന്ന് പറയുന്നുണ്ട്. സാറ് മാത്രമല്ല, ഫാമിലി ബാക്കി ഇരിക്കുന്നവർ മൊത്തത്തിൽ പറയുന്നുണ്ട്. അല്ല, നമ്മള് 2 വണ്ടിയുണ്ട് വീട്ടില്. വൈഫും വണ്ടി വേറെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഫാമിലി ട്രിപ്പില് ആയാലും ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടി ഹോണ്ട സിറ്റി ആയിരുന്നു. അപ്പൊ അതും കുറെ കംഫർട്ടബിൾ ആണ്. പക്ഷെ അതിലും കംഫർട്ടബിൾ ആണ് ഈ വണ്ടി. മാത്രമല്ല, വണ്ടിയിൽ ഇരിക്കാൻ, വണ്ടിയിലോട്ട് നമ്മൾ കയറിയാൽ ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് ആ വണ്ടിയിൽ സീറ്റിംഗ് കംഫർട്ടബിൾ ആണ്. ഭയങ്കര നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യും വണ്ടിക്കകത്തിരിക്കും. അതാണ്. പിന്നെ ഒരുപാട് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെ പവർ മോഡ് 3 മോഡല്ല. ഡ്രൈവ് മോഡിൽ തന്നെ നമുക്ക് ഡ്രൈവ് മോഡ് 1 or 2 അതിനപ്പുറത്തോടെ അങ്ങനെ ഞാൻ പോകാറില്ല. നമ്മുടെ ഒരു ഏജും ഉണ്ടല്ലോ. ഒരു മിനിമം സ്പീഡിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി വണ്ടിയിൽ കിട്ടാറുണ്ട്. വണ്ടിയെല്ലാം കംഫർട്ടബിൾ ആണ്. ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ? 100%. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു. ഈ ഒരു സമയത്ത് എനിക്കൊന്ന് ഞായറാഴ്ച എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്. ഒരുപാട് സമയമായി. അതെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാ വണ്ടിയുടെ ഫ്യൂലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. ഏകദേശം ടൊയോട്ടയിൽ തന്നെ കുറച്ച് ചെറിയൊരു ഫ്യൂൽ കൂപ്പൺ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്യൂൽ ഫില്ല് ചെയ്തതിനു ശേഷമാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി കൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നവർക്ക് 1st, 2nd, 3rd അങ്ങനെ 3 പ്രൈസ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വണ്ടിക്കിൻ്റെ മൈലേജ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഈ അവിടെ 23 കിട്ടിയ മൈലേജ് എത്ര? 23 W8436 23.9 കിലോമീറ്റർ. 23.9 കിട്ടി. അപ്പോൾ ഈ വണ്ടിക്കോ? സെക്കൻഡ് വന്നിരിക്കുന്നത് 8090ക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 18.7 18.7 ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിക്ക് അടുത്ത വണ്ടിക്ക് 7788ന് 21.9 എല്ലാത്തിനും 20 above ഉണ്ട് മിക്കവാറും. അപ്പോൾ ഈ വണ്ടിക്കോ? 8789 വന്നിരിക്കുന്നത് 23.4. ഇനി വണ്ടി ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അല്ല, നമ്മൾ 4 വെഹിക്കിൾസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 5 വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂ ഡ്രൈവ് ആണ്. ഒരു ക്യാമിയറ ഉള്ളൊരു വണ്ടി വന്നിട്ടുണ്ട്. അവിടെ കരുതാപ്പള്ളി വണ്ടി. അപ്പോഴേ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ടോട്ടൽ 5 കണ്ടസ്റ്റൻസ് ആയിരുന്നു, 5 വെഹിക്കിൾസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. KL 23 BW8436 രമ്യ മാർക്കിനാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ്. KL 02 BX 8789 സുനിൽ സാറിനാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് വന്നേക്കുന്നത് KL2 BW 7788 ഷഫീഖ്.
നെക്സ്റ്റ് പൊസിഷൻ വന്നേക്കുന്നത് KL2 BY8090 ഡഹാസ് 18.7 ആണ് മൈലേജ് കിട്ടിയത്.